ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇന്ന് ഫെബ്രുവരി 4, 2024 ബ്രഹ്മശ്രീ ജി ബാലകൃഷ്ണൻ നായർ സാർ 13ാം അനുസ്മരണം. തുഞ്ചത്ത് ആചാര്യർ രചിച്ച ഹരിനാമ കീർത്തനം എന്ന കൃതിക്ക് ബ്രഹ്മശ്രീ ബാലകൃഷ്ണൻ നായർ സാർ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. രണ്ട് മലയാള മാമറകൾ എന്ന പുസ്തകത്തിൽ ഹരിനാമ കീർത്തനം, ജ്ഞാനപ്പാന, ഈ രണ്ടു കൃതികൾക്ക് സാർ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഹരിനാമ കീർത്തനത്തിൻ്റെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾക്ക് വ്യാഖ്യാനം ഇവിടെ ഓഡിയോ ബുക്കായി നമുക്ക് കേൾക്കാം. ഹരിനാമ കീർത്തനം വ്യാഖ്യാനം. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമഃ. ഓങ്കാരമായ പൊരുൾ പരബ്രഹ്മം മൂന്നായി പിരിഞ്ഞു, സ്വയം മൂന്നായി വേർപെട്ടു. ഉടനെ ആങ്കാരമായി, തുടർന്ന് അഹങ്കാരങ്ങൾ ആവിർഭവിച്ചു. അഹങ്കാരത്തിന് താൻ തന്നെ, ബ്രഹ്മം തന്നെ സാക്ഷി, പ്രകാശമരുളുന്ന സാക്ഷിയായി വർത്തിച്ചു. ആ സത്യം ബോധം വരുത്തുവതിന്, പ്രത്യക്ഷമായി അനുഭവിച്ചറിയുന്നതിന് ആളായി നിന്ന, സഹായിയായി ഭവിച്ച പരമാചാര്യരൂപ, പരമഗുരുവായി വിളങ്ങുന്ന ഹരിനാരായണായ, ഹരിയായ നാരായണനായിക്കൊണ്ട് നമഃ, നമസ്കാരം. ഓങ്കാരത്തിൻ്റെ പൊരുളായ പരബ്രഹ്മം തന്നെ മൂന്നായി വേർപെട്ട് അഹങ്കാരങ്ങളായി ആവിർഭവിച്ചു. ആ അഹങ്കാരങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഓങ്കാരമായ പൊരുൾ തന്നെ സാക്ഷിയായി വിളങ്ങി. ഈ വസ്തുസ്ഥിതി പ്രത്യക്ഷമായി അനുഭവിച്ചറിയുന്നതിന് സഹായിയായി ഭവിച്ച പരമഗുരുവായി വിളങ്ങുന്ന ഹരിരൂപനായ നാരായണന് നമസ്കാരം. എല്ലാ വ്യക്തികളിലും അഹങ്കാര രൂപത്തിൽ ഞാൻ എന്നിങ്ങനെ സദാ സ്ഫുരിക്കുന്ന ബോധാംശം പരമാത്മാവിൻ്റെ തന്നെ അംശമാണെന്നും, ഗുരുകാരുണ്യം നേടി പ്രണവോപാസന ശീലിച്ചാൽ ഈ സത്യസ്ഥിതി ആർക്കും സാക്ഷാത്കരിക്കാമെന്നും 1-ാം ശ്ലോകത്തിൽ തന്നെ ആചാര്യൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഓങ്കാരമായ പൊരുൾ ബ്രഹ്മമാണ് ഇവിടെ ഓങ്കാരമായ പൊരുൾ. പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ് ബ്രഹ്മം. ഘനീഭൂതമായ നിശ്ചല ബോധാനുഭവമാണ് ബ്രഹ്മാനുഭവം. ഉപനിഷത്തുക്കൾ ഈ സത്യത്തെ സച്ചിദാനന്ദമെന്ന് വിവരിക്കുന്നു. ശുദ്ധമായ ഉണ്മ, ശുദ്ധമായ ബോധം, ശുദ്ധമായ ആനന്ദം, ഇവ ഏകീഭവിച്ച് ഘനീഭവിച്ചതാണ് ബ്രഹ്മസ്വരൂപമെന്ന് താൽപ്പര്യം. സർവത്ര ഇടതിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ സത്യത്തെ ആർക്കും ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടറിയാൻ സാധ്യമല്ല. ആരംഭത്തിൽ ഏതെങ്കിലും നാമത്തിലോ രൂപത്തിലോ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ടുള്ള ഉപാസനയിൽ കൂടി
മുന്നോട്ടു നീങ്ങി സാക്ഷാത്കരിച്ചു വേണം ഈ സത്യത്തെ അറിയാൻ. ഇങ്ങനെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ ഉപാസനയ്ക്ക് അവലംബമായി ഉപനിഷത്തുക്കൾ കണ്ടുപിടിച്ചിട്ടുള്ള പ്രതീകമാണ് പ്രണവം അഥവാ ഓംകാരം. പ്രണവോപാസനയിൽ അഥവാ ഓംകാരധ്യാനത്തിൽ സഗുണ നിർഗുണ ഉപാസനകൾ സമഞ്ജസമായി സമന്വയിച്ചിരിക്കുന്നു. ഓംകാരം നീട്ടി ഉച്ചരിച്ച് ഏകാഗ്രപ്പെടുന്ന മനസ്സ് സഗുണമായ പ്രണവത്തിൽ തുടങ്ങി ഉച്ചാരണത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ നിർഗുണമായ ആത്മസത്തയിൽ എത്തി അവസാനിക്കുമെന്ന് പ്രണവോപാസന കൃത്യമായി ശീലിക്കുന്നവർക്കൊക്കെ ബോധ്യമാവുന്നതാണ്. ഇങ്ങനെ ഓംകാരം ആത്മസാക്ഷാത്കാരത്തിൽ കൂടി പരബ്രഹ്മസത്തയെ നേരിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്ന മന്ത്രമായതുകൊണ്ട് അതിനെ ഉപനിഷത്തുക്കൾ പരമാത്മാവിൻ്റെ പ്രതീകമായി പ്രഖ്യാപിച്ചു. ഉപനിഷത്ത് സമ്മതമായ ഇക്കാര്യമാണ് എഴുത്തച്ഛൻ ഓംകാരമായ പൊരുൾ എന്ന് വിവരിച്ചിരിക്കുന്നത്. മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായി. ഓംകാരത്തെ ബ്രഹ്മപ്രതീകമായി എല്ലാ ഉപനിഷത്തുക്കളും അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും മാണ്ഡൂക്യ ഉപനിഷത്താണ് പ്രണവത്തെ പൂർണ്ണമായി വിവരിച്ചിട്ടുള്ളത്. ഓംകാരം പ്രപഞ്ചമായി കാണപ്പെടുന്ന ബ്രഹ്മത്തെയും പ്രപഞ്ചാതീതമായി സത്യസ്വരൂപമായി വിളങ്ങുന്ന ബ്രഹ്മത്തെയും ഒരുപോലെ പ്രതിനിധീകരിക്കുന്നു. പരബ്രഹ്മം മൂന്നായി വേർതിരിഞ്ഞാണ് പ്രപഞ്ച അനുഭവം ഉളവാക്കുന്നത്. പ്രപഞ്ച അനുഭവത്തെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് മൂന്നായി നമുക്ക് വേർതിരിക്കാം. ബ്രഹ്മപ്രതീകമായ ഓംകാരത്തിലും ഈ മൂന്ന് വേർതിരിവുകളെയും ഘടിപ്പിച്ചിട്ടുണ്ട്. ആ, ഉ, മ എന്നീ മൂന്ന് ധ്വനികൾ കൂടിച്ചേർന്നതാണ് ഓംകാരം. ആ ജാഗ്രത്തിനെയും ഉ സ്വപ്നത്തെയും മ സുഷുപ്തിയെയും പ്രതിനിധീകരിക്കുന്നു. ഉണർന്നിരുന്ന് ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ബാഹ്യദൃശ്യങ്ങളെ അനുഭവിക്കുന്നതാണ് ജാഗ്രത്. ഇന്ദ്രിയാനുഭവങ്ങളെയെല്ലാം ഉപസംഹരിച്ച ശേഷം മനസ്സ് ശരീര അന്തർഭാഗത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് സ്വയം ദൃശ്യങ്ങളെ ഉണ്ടാക്കി അനുഭവിക്കുന്നതാണ് സ്വപ്നം. പ്രപഞ്ചാനുഭവങ്ങളെയെല്ലാം ഉപശമിപ്പിച്ച് അനുഭോക്താവ് അജ്ഞാന ആവരണത്താൽ മറയ്ക്കപ്പെട്ട് പരമാത്മാവിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി അഥവാ ഗാഠനിദ്ര. ഞാൻ എന്നിങ്ങനെ എല്ലാവരിലും നിരന്തരം സ്ഫുരിക്കുന്ന അഹന്താബോധമാണ് മാറി മാറി ഈ മൂന്ന് സ്ഥാനങ്ങളിലും നിന്നുകൊണ്ട് പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ജീവാത്മാവ്. ഈ അഹന്തയെ തന്നെ പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നായി അനുഭവിക്കുന്ന വിശ്വാഹന്തയെന്നും വ്യക്തികളിൽ വേർതിരിഞ്ഞു നിന്നുകൊണ്ട് പ്രപഞ്ചത്തെ അല്പാൽപമായി അനുഭവിക്കുന്ന വ്യക്തി അഹന്ത എന്നും രണ്ടായി തരംതിരിക്കാം. വേദാന്തശാസ്ത്രം വ്യക്തി അഹന്തയെ വ്യഷ്ടി എന്നും വിശ്വാഹന്തയെ സമഷ്ടി എന്നും വിളിക്കുന്നു. സമഷ്ടിയുടെ അംശങ്ങളാണ് വ്യഷ്ടികളെല്ലാം. തിരയുടെ അംശങ്ങൾ കുമിളകൾ എന്ന പോലെ ജാഗ്രത് സ്ഥാനത്ത് നിന്നുകൊണ്ട് സമ്പൂർണ്ണ പ്രപഞ്ചത്തിൽ അഭിമാനം കൊള്ളുന്ന സമഷ്ടി അഹന്തയെ ഉപനിഷത്ത് വൈശ്വാനരൻ എന്ന് വിളിക്കുന്നു. പുരാണങ്ങളിൽ വിരാട പുരുഷനെന്നും ജാഗ്രത്തിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന വ്യഷ്ടി അഹന്തയാണ് വിശ്വൻ. വിശ്വൻ വൈശ്വാനരൻ്റെ അംശമാണ്. അതുപോലെ സ്വപ്നസ്ഥാനത്ത് നിൽക്കുന്ന സമഷ്ടി അഹന്തയെ ഹിരണ്യഗർഭനെന്നും വ്യഷ്ടി അഹന്തയെ തൈജസനെന്നും വിളിക്കുന്നു. തൈജസന്മാരുടെ സമഗ്ര രൂപമാണ് ഹിരണ്യഗർഭൻ. സുഷുപ്തിയിൽ ലയിക്കുന്ന വിശ്വാഹന്തയ്ക്ക് ഈശ്വരനെന്നും വ്യക്തി അഹന്തയ്ക്ക് പ്രാജ്ഞൻ എന്നുമാണ് പേർ. നിശ്ചലവും നിർവികാരവുമായ ബ്രഹ്മസത്യത്തിൽ ബ്രഹ്മശക്തിയായ മായ പടുത്തുയർത്തുന്നതാണ് പ്രപഞ്ചം. ഉറക്കത്തിൽ മായ അജ്ഞാന ആവരണമായും
സ്വപ്നത്തിൽ മനോദൃശ്യങ്ങളായും ജാഗ്രത്തിൽ ബാഹ്യദൃശ്യങ്ങളായും വികസിച്ച് കാണപ്പെടുന്നു. മായ ഇങ്ങനെ രൂപഭേദം കൊള്ളുമ്പോൾ അവയിൽ ഓരോന്നിലും പ്രതിബിംബിച്ച് അവയെ പ്രകാശിപ്പിക്കുന്ന പരമാത്മ പ്രതിബിംബങ്ങളാണ് അഹങ്കാരങ്ങൾ. അപ്പോൾ ഒരേ പരമാത്മാവ് തന്നെ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും കാണപ്പെടുന്ന മായാരൂപങ്ങളിൽ അഹന്താബോധ രൂപത്തിൽ പ്രതിബിംബിച്ച് വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നിങ്ങനെ മൂന്നായി പിരിയുന്നതോടെയാണ് പ്രപഞ്ച അനുഭവങ്ങളെല്ലാം ഉളവാകുന്നത്. മഹത്തായ ഈ സാക്ഷാത്കാര രഹസ്യമാണ് മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായി എന്ന് തുഞ്ചത്താചാര്യൻ വർണ്ണിച്ചിരിക്കുന്നത്. ത്രിഗുണങ്ങളെ അവലംബമാക്കിയും ഈ മൂന്നായി പിരിവിനെ വിവരിക്കാവുന്നതാണ്. പ്രകാശം, പ്രവൃത്തി, മോഹം ഇവയെ പ്രതിനിധാനം ചെയ്യുന്ന സത്വം, രജസ്, തമസ് എന്നീ പ്രകൃതി ഗുണങ്ങളെ ആശ്രയിക്കുന്നവയാണ് എല്ലാ പ്രപഞ്ച ഘടകങ്ങളും. പ്രാധാന്യേന സത്വഗുണത്തിൽ വർത്തിക്കുന്ന അഹന്തയെയാണ് പുരാണങ്ങൾ വിഷ്ണു എന്ന നാമകരണം ചെയ്തിരിക്കുന്നത്. രജോ ഗുണപ്രധാനമായ അഹങ്കാരത്തെ ബ്രഹ്മാവെന്നും തമോ ഗുണപ്രധാനമായതിനെ ശിവനെന്നും വിളിക്കുന്നു. രക്ഷയും സൃഷ്ടിയും സംഹാരവുമാണ് യഥാക്രമം ഈ അഹങ്കാരങ്ങളുടെ പ്രാധാന്യേനയുള്ള കർമ്മപരിപാടി. മുൻ വിവരിച്ചതുപോലെ സമഷ്ടി വ്യഷ്ടി ഭേദങ്ങൾ ഈ അഹങ്കാരങ്ങൾക്കും ഉണ്ടെന്ന് അറിയേണ്ടതാണ്. സത്വഗുണ സമഷ്ടി സാക്ഷാത് വിഷ്ണുവും, രജോ ഗുണ സമഷ്ടി സാക്ഷാത് ബ്രഹ്മാവും, തമോ ഗുണ സമഷ്ടി ശിവനുമാണെങ്കിൽ ഇവരുടെ അംശങ്ങൾ തന്നെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ വ്യഷ്ടി അഹന്തകളും. ഇങ്ങനെ വിശ്വ തൈജസ പ്രാജ്ഞ രൂപത്തിലായാലും വിഷ്ണു ബ്രഹ്മാ ശിവരൂപത്തിലായാലും ബ്രഹ്മജ്യോതിസ് മായാഗുണങ്ങളിൽ പ്രതിബിംബിച്ച് മൂന്നായി പിരിയുമ്പോഴാണ് അഹങ്കാരങ്ങൾ രൂപം കൊള്ളുന്നത്. വിഷ്ണു ബ്രഹ്മ ശിവരൂപത്തിലുള്ള അഹങ്കാരങ്ങളെയും ഓംകാരം ഉൾക്കൊള്ളുന്നു. ആ വിഷ്ണുവിൻ്റെ പ്രതിനിധിയാണ് ഉ ബ്രഹ്മാവിൻ്റെ, മ ശിവൻ്റെയും. ഇതത്രേ ഓങ്കാരമായ പൊരുളിൻ്റെ അഹങ്കാര രൂപത്തിലുള്ള മൂന്നായി പിരിവ്. സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. അതിന് താൻ തന്നെ സാക്ഷി. പ്രതിബിംബ രൂപത്തിലുള്ള ഈ അഹങ്കാരത്തെ ഉളവാക്കി, എന്നാൽ അതിൻ്റെ കർമ്മങ്ങളുമായി ലേശം പോലും ബന്ധപ്പെടാതെ അവയെ പ്രകാശിപ്പിച്ചുകൊണ്ട് കേവലം സാക്ഷിരൂപേണ വർത്തിക്കുന്ന സത്യവസ്തുവാണ് പരമാത്മാവ്. ഈ പരമാത്മസ്ഥിതിയെ സൂര്യപ്രതിബിംബങ്ങളോട് സൂര്യനുള്ള ബന്ധവുമായി താരതമ്യപ്പെടുത്താം. വിവിധ ജലപാത്രങ്ങളിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നു എന്ന് കരുതുക. ജലപാത്രത്തിൻ്റെ വലുപ്പവും അതിലുള്ള വെള്ളത്തിൻ്റെ പ്രത്യേകതയും അനുസരിച്ചായിരിക്കും പ്രതിബിംബങ്ങൾ രൂപം കൊള്ളുക. ജലപാത്രം വലുതാണെങ്കിൽ പ്രതിബിംബം വലുതായിരിക്കും, ചെറുതാണെങ്കിൽ ചെറുതും. വെള്ളം കലങ്ങിയതാണെങ്കിൽ പ്രതിബിംബം കലങ്ങിയിരിക്കും, ശുദ്ധമാണെങ്കിൽ ശുദ്ധം. വെള്ളത്തിന് ചലനമുണ്ടെങ്കിൽ പ്രതിബിംബം ചലിക്കും, നിശ്ചലമാണെങ്കിൽ നിശ്ചലം. ജലപാത്രങ്ങളുടെ എണ്ണമനുസരിച്ച് ഇത്തരം എത്ര പ്രതിബിംബങ്ങൾ വേണമെങ്കിലും ഒരേ സൂര്യനിൽ നിന്നും രൂപപ്പെടാൻ പ്രയാസവുമില്ല. അപ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണമോ വലിപ്പച്ചെറുപ്പമോ ശുദ്ധ്യശുദ്ധിയോ ചലന നിശ്ചലാവസ്ഥയോ ഒന്നും തന്നെ ലേശം പോലും ബാധിക്കാതെ സൂര്യന് സാക്ഷിരൂപേണ നിന്ന് എല്ലാ പ്രതിബിംബങ്ങളെയും അതാതിൻ്റെ രൂപത്തിൽ പ്രകാശിപ്പിക്കാൻ കഴിയുന്നു. ഇതുപോലെയാണ് മായാഗുണങ്ങളിൽ പ്രതിബിംബിക്കുന്ന പരമാത്മ പ്രതിബിംബങ്ങളായ അഹങ്കാരങ്ങളെ അവയുടെ ഗുണമോ കർമ്മമോ തന്നെ ബന്ധിക്കാതെ പരമാത്മാവ് സാക്ഷിരൂപേണ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുകാരുണ്യവും വസ്തുബോധവും. ജീവബ്രഹ്മ ഐക്യമെന്ന മോക്ഷമാണല്ലോ വേദാന്തശാസ്ത്ര ലക്ഷ്യം. ഇതു നേടാൻ ജീവനെന്ത്, ബ്രഹ്മമെന്ത്, ഈ രണ്ടിനും തമ്മിലുള്ള ബന്ധമെന്ത് എന്നീ കാര്യങ്ങൾ വ്യക്തമായി ധരിച്ചാലേ പറ്റൂ. അഹങ്കാര രൂപത്തിലുള്ള ജീവനുകൾക്ക്
ബ്രഹ്മവുമായുള്ള ബന്ധം എന്തെന്നത്രേ മേൽ വിവരിച്ചത്. ഇത് സിദ്ധാന്തപരമായി അറിഞ്ഞാൽ മാത്രം പോരാ, സാക്ഷാത്കരിച്ച് അനുഭവിക്കാൻ കഴിയണം. അതാണ് ബോധം വരൽ. ഈ ബോധം വരാൻ സത്യം സാക്ഷാത്കരിച്ച ഗുരുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിലേ പറ്റൂ. സത്യസാക്ഷാത്കാരത്തിൽ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിൻ്റെ ഉപദേശവും കാരുണ്യവും അതിപ്രധാനമായ പങ്കുവഹിക്കുന്നു. തനിക്ക് ആ ഉപദേശവും കാരുണ്യവും ലഭിച്ചുവെന്നും ബോധം വന്നുവെന്നുമാണ് അത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ എന്ന ഭാഗം കൊണ്ട് ആചാര്യൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവും നാരായണനും ഒന്നു തന്നെ. ബ്രഹ്മവിത്ത് ബ്രഹ്മമായി ഭവിക്കുന്നു എന്നാണ് ഉപനിഷത്ത് പ്രഖ്യാപനം. വേദാന്ത സത്യം അനുഭവിച്ചറിയാൻ സഹായിക്കുന്ന ബ്രഹ്മനിഷ്ഠനായ ഗുരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം സാക്ഷാത് ഈശ്വരൻ തന്നെയാണ്. ശിഷ്യൻ്റെ കളങ്കങ്ങളെ മുഴുവൻ ഹരിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഹരിനാരായണനുമാണ്. ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്താനാണ് ആചാര്യരൂപ ഹരിനാരായണായ നമഃ എന്ന ശ്ലോകം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഗുരുരൂപനായി പാപഹാരിയായി വിളങ്ങുന്ന ബ്രഹ്മസ്വരൂപിൻ അങ്ങേക്ക് നമസ്കാരം എന്ന് താൽപ്പര്യം. ഈ ശ്ലോകം സാഖ്യമതമനുസരിച്ചും വ്യാഖ്യാനിക്കാമെന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും ശരിയാകയില്ല. സാഖ്യമതം പ്രകൃതിയും പുരുഷനും രണ്ട് ഭിന്ന വസ്തുക്കളാണെന്ന് ശഠിക്കുന്നു. അദ്വൈത വേദാന്തമാകട്ടെ പ്രകൃതിയെ അഥവാ മായയെ പരമാത്മാവിൻ്റെ ശക്തി വിശേഷമായി മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. അദ്വൈത വേദാന്തിക്ക് പ്രകൃതിയും പ്രകൃതി കാര്യങ്ങളും പരമാത്മാവിൻ്റെ തന്നെ പ്രകടഭാവങ്ങളാണ്. അപ്പോൾ ഓങ്കാരമായ പൊരുൾ ആങ്കാരമായി ഭവിച്ചു എന്ന് പറയുന്നത് അന്വർത്ഥമാണ്. സാഖ്യമതമനുസരിച്ച് പ്രകൃതി പുരുഷനിൽ നിന്നും ഭിന്നയായതുകൊണ്ട് സാഖ്യപ്രകൃതിയെ ഓങ്കാരമായ പൊരുളായി ആരും തന്നെ അംഗീകരിച്ചിട്ടില്ല. അതിനാൽ പ്രകൃതി പരിണാമങ്ങളായി അഹങ്കാരങ്ങൾ രൂപം കൊള്ളുമ്പോൾ അതിനെ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായി എന്ന് വ്യാഖ്യാനിക്കാനേ സാധ്യമല്ല. മതഭേദത്തെ മുൻനിർത്തിയുള്ള ഇത്തരം വ്യാഖ്യാന ഭേദങ്ങൾ ആചാര്യപാദർ കാട്ടിത്തരാൻ കൊതിക്കുന്ന യഥാർത്ഥ സത്യത്തെ മറച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനേ ഉപകരിക്കൂ. രണ്ടാം പദ്യത്തിൻ്റെ വ്യാഖ്യാനം ഇക്കാര്യം കുറെ കൂടി തെളിയിക്കും. പൂർണ്ണമായ അദ്വൈത അനുഭവം മാത്രമേ മനുഷ്യ മനസ്സിന് പരമമായ ആനന്ദവും ശാന്തിയും പ്രദാനം ചെയ്യൂ. ദ്വിതീയാദ്വൈ ഭയം ഭവതി, രണ്ടിൻ്റെ തോന്നലിൽ നിന്നാണല്ലോ ഭയം ഉളവാകുന്നത് എന്നാണ് ഉപനിഷത്ത് പ്രഖ്യാപനം. അതുകൊണ്ട് രണ്ടിൻ്റെ ഭയം പൂർണ്ണമായി മാറിക്കിട്ടണേ എന്നാണ് ആചാര്യൻ രണ്ടാം ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബത മിണ്ടാവതല്ല മമ, പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാബലികളുണ്ടാകലെങ്കലിഹ നാരായണായ നമഃ. ഒന്നായ നിന്നെ, ഒന്നു മാത്രവും രണ്ടില്ലാത്തതുമായ അങ്ങയെ, ഇഹ ഈ പ്രപഞ്ചത്തിൽ രണ്ടെന്നു കണ്ടളവിൽ പലതായി വേർതിരിഞ്ഞതുപോലെ കാണാനിടയായപ്പോൾ ഉണ്ടായൊരിണ്ടൽ വന്നു ചേർന്ന ദുഃഖം മിണ്ടാവതല്ല പറഞ്ഞറിയിക്കാൻ വയ്യ, ബത ആശ്ചര്യം, മമ എനിക്ക്, പണ്ടേ കണക്കെ പലതായി വേർതിരിഞ്ഞിരുന്നതുപോലെ കാണാനിടയായതിനു മുൻപ് എങ്ങനെയായിരുന്നുവോ അതുപോലെ ഒന്നു മാത്രമായി വരുവാൻ അനുഭവിക്കുവാൻ നിൻ കൃപാവലികൾ അങ്ങയുടെ കാരുണ്യവർഷം എങ്കലിഹ എന്നിൽ ഈ ജീവിതത്തിൽ ഉണ്ടാകണേ. ഹരിനാരായണായ നമഃ. പാപഹാരിയായ നാരായണ അങ്ങേക്ക് നമസ്കാരം. ഒന്നു മാത്രമായി രണ്ടില്ലാതെ വിളങ്ങുന്ന അങ്ങയെ പലതായി വേർതിരിഞ്ഞതുപോലെ കാണാനിടയായതോടെ വന്നു ചേർന്ന ദുഃഖം പറഞ്ഞറിയിക്കാൻ വയ്യ, ആശ്ചര്യം. എനിക്ക് പലതായി തോന്നുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നുവോ അതുപോലെ ഒന്നു മാത്രമായി അനുഭവിക്കുവാൻ അങ്ങയുടെ കാരുണ്യവർഷം എന്നിൽ ഈ ജീവിതത്തിൽ തന്നെ ഉണ്ടാകണേ.
അല്ലയോ പാപഹാരിയായ നാരായണ, അങ്ങേക്ക് നമസ്കാരം. ഒന്നായ നിന്നെ. ഓംകാരമായ പൊരുളിൽ ആങ്കാരങ്ങൾ ആവിർഭവിക്കുന്നതോടെയാണ് ഒന്നായ സത്യത്തിൽ പലതിൻ്റെ തോന്നലുണ്ടാകുന്നത്. മായയുടെ സൂക്ഷ്മരൂപമായ അന്തഃകരണത്തിൽ പ്രതിബിംബിക്കുന്ന ബോധാംശങ്ങളാണ് അഹങ്കാരങ്ങൾ. സൂക്ഷ്മങ്ങളും സ്ഥൂലങ്ങളുമായ മായാരൂപങ്ങളെ അഹങ്കാരങ്ങൾ അനുഭവിച്ചറിയുന്നതാണല്ലോ പ്രപഞ്ച അനുഭവം. ജീവന്മാർക്കാണ് പ്രപഞ്ച അനുഭവം. അഹന്താരൂപത്തിലുള്ള ജീവൻ മായാനിർമ്മിതങ്ങളായ സൂക്ഷ്മ സ്ഥൂല ജഡ ദൃശ്യങ്ങളെ അറിഞ്ഞനുഭവിക്കുന്നതു തന്നെയാണ് പ്രപഞ്ചാനുഭവം. അപ്പോൾ പ്രപഞ്ചാനുഭവത്തെ അനുഭോക്താക്കളായ ജീവന്മാരെന്നും അനുഭവിക്കപ്പെടുന്ന ജഡദൃശ്യങ്ങളെന്നും രണ്ടായി തിരിക്കാം. ഇവയിൽ ബ്രഹ്മശക്തിയായ മായ സ്പന്ദിച്ചുണ്ടാക്കി കാണിക്കുന്നവയാണ് ജഡദൃശ്യങ്ങൾ. ശക്തിയുടെ സൂക്ഷ്മരൂപങ്ങളായ അന്തഃകരണങ്ങളിൽ പ്രതിബിംബിക്കുന്ന ബ്രഹ്മാംശങ്ങളാണ് ജീവന്മാർ. ശക്തി സ്പന്ദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ജീവന്മാരോ ജഡദൃശ്യങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് തീർച്ച. അപ്പോൾ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശക്തി ബ്രഹ്മസ്വരൂപത്തിൽ ലയിച്ച് ഒളിഞ്ഞു കിടന്നിരുന്നു. ഈ വസ്തു രഹസ്യമാണ് ഛാന്തോക്യോപനിഷത്ത് സദേവ സൗമ്യ ഇദമഗ്ര ആസീത് ഏകമേവാദ്വിതീയം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രപഞ്ചം ഒന്നുമാത്രവും രണ്ടില്ലാത്തതുമായ സത്തയായിരുന്നു. ഇവിടെ ആദികാരണമായ ബ്രഹ്മത്തിൽ ഭേദം നിഷേധിക്കാൻ ഉപനിഷത്ത് ഒന്നുമാത്രം രണ്ടില്ലാത്തത് എന്ന് 3 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പദാർത്ഥങ്ങൾക്ക് 3 തരം ഭേദങ്ങളാണ് കാണപ്പെടുന്നത്: സ്വഗതഭേദം, സജാതീയ ഭേദം, വിജാതീയ ഭേദം. ഒരു വൃക്ഷത്തിൽ തന്നെ ഇല, പുഷ്പം, കായ് എന്നിങ്ങനെ കാണുന്ന ഭേദമാണ് സ്വഗതഭേദം. ഒരു വൃക്ഷം മറ്റൊരു വൃക്ഷത്തിൽ നിന്നും ഭിന്നമാണ്. ഇതാണ് സജാതീയ ഭേദം. വൃക്ഷം, കല്ല് മുതലായ മറ്റു പദാർത്ഥങ്ങളിൽ നിന്നും ഭിന്നമാണ്. ഇതത്രേ വിജാതീയ ഭേദം. ഒന്ന് മാത്രം രണ്ടില്ലാത്തത് എന്ന 3 പദങ്ങൾ കൊണ്ട് ഉപനിഷത്ത് സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന സത്തയിൽ ഈ 3 വിധ ഭേദങ്ങളെയും നിഷേധിച്ചിരിക്കുകയാണ്. അഹങ്കാരങ്ങളും മായാജഡ ദൃശ്യങ്ങളും ആവിർഭവിക്കുന്നതിനു മുമ്പ് ബ്രഹ്മത്തിന് വൃക്ഷത്തിനെന്ന പോലെ അവയവങ്ങൾ ഉണ്ടായിരുന്നില്ല. ബ്രഹ്മത്തിന് ഭിന്നമായ മറ്റൊരു വൃക്ഷം ഉണ്ടായിരിക്കുന്നതുപോലെ ബ്രഹ്മത്തിന് ഭിന്നമായ വേറൊരു ബ്രഹ്മവും അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇനി വൃക്ഷത്തിന് കല്ല് മുതലായ ഇതര പദാർത്ഥങ്ങളുമായി വിജാതീയ ഭേദവും ഉണ്ടായിരിക്കുന്നത് പോലെ ബ്രഹ്മത്തിനു വല്ല വിജാതീയ ഭേദവും ഉണ്ടായിരുന്നിരിക്കുമോ? ഉണ്മയായ ബ്രഹ്മത്തിൻ്റെ വിജാതീയ ഭേദം ഇല്ലായ്മയാകാനല്ലേ പറ്റൂ? ഉണ്മയായ ബ്രഹ്മത്തിൻ്റെ വിജാതീയ ഭേദം ഇല്ലായ്മയാകാനല്ലേ പറ്റൂ? ഇല്ലാത്തതുമായി ഉള്ളതിന് ഭേദമേ സാധ്യമല്ല. അതുകൊണ്ട് വിജാതീയ ഭേദവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സൃഷ്ടിക്കു മുമ്പ് ജഗത്ത് ഒന്നുമാത്രവും രണ്ടില്ലാത്തതുമായ സത്തയായ ബ്രഹ്മമായിരുന്നു. ഒന്ന് എന്നുള്ളതുകൊണ്ട് സ്വഗതഭേദവും മാത്രം എന്നുള്ളതുകൊണ്ട് സജാതീയ ഭേദവും രണ്ടില്ലാത്തത് എന്നുള്ളതുകൊണ്ട് വിജാതീയ ഭേദവും ഉപനിഷത്ത് ബ്രഹ്മത്തിൽ നിഷേധിച്ചിരിക്കുന്നു. ഇങ്ങനെ സർവഭേദരഹിതവും ബ്രഹ്മത്തിൻ്റെ പരമകാരണവും ശുദ്ധബോധസ്വരൂപവുമായ ബ്രഹ്മത്തെയാണ് ആചാര്യൻ ഒന്നായ നിന്നെ എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇഹ രണ്ടെന്നു കണ്ടളവിൽ. പ്രപഞ്ചം സത്യമെന്ന് തോന്നുന്നിടത്തോളമേ ദ്വൈതത്തിന് സ്ഥാനമുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ പരമകാരണ അന്വേഷണമാണ് സത്യാന്വേഷണം. ഉണ്ടായി മറയുന്ന നിരവധി പ്രപഞ്ചനാമരൂപങ്ങളെ കണ്ടിട്ട് ഇവ ഏതിൽ നിന്നുണ്ടായി വരുന്നു, ഏതിൽ നിലനിൽക്കുന്നു, ഏതിൽ തിരിച്ചു ലയിക്കുന്നു എന്ന ചോദ്യങ്ങൾക്കുത്തരം കണ്ടുപിടിക്കാനാണ് ഉപനിഷത്തിലെ സത്യജിജ്ഞാസുക്കൾ യത്നിച്ചത്. തുടർന്ന് ഏതുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ഏതില്ലെങ്കിൽ പ്രപഞ്ചമില്ല, ആ ഏക വസ്തുവിനെ
അവർ അന്വേഷിച്ചു. അതോടെ അഖണ്ഡവും നിശ്ചലവുമായ ബോധമാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണമെന്ന് തെളിഞ്ഞു. ബോധമുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്ന ലളിതവും അനിഷേധ്യവുമായ യുക്തിയും അവർ പ്രഖ്യാപിച്ചു. സ്വർണമുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളില്ല. അതുകൊണ്ട് ആഭരണങ്ങളായി കാണപ്പെടുന്ന വിഭിന്ന നാമരൂപങ്ങളുടെ പരമകാരണം സ്വർണമാണ്. ആഭരണങ്ങളായി കാണപ്പെടുന്ന നാമരൂപങ്ങളോ വിശേഷിച്ച് വസ്തുസത്തയില്ലാതെ സ്വർണത്തിൽ ഉണ്ടായി മറയുന്ന കാഴ്ചകൾ. അതുപോലെ ബോധമാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണമെങ്കിൽ ഉണ്ടായി മറയുന്ന പ്രപഞ്ചനാമരൂപങ്ങൾ ബോധഭിന്നമായ വസ്തുസത്തയൊന്നുമില്ലാതെ അതിൽ ഉണ്ടായി മറയുന്ന കാഴ്ചകൾ തന്നെ. ഇവിടെ ഒരാൾക്ക് രണ്ടു തരം അനുഭവമുണ്ടാകാം. ആഭരണങ്ങൾ നിരത്തി വച്ചിരിക്കുന്നിടത്ത് ആഭരണ നാമരൂപങ്ങൾ സത്യമെന്ന് ധരിക്കാം. അതുപോലെ ഒരാൾ പ്രപഞ്ചത്തെ നോക്കി ഉണ്ടായി മറയുന്ന പ്രപഞ്ചനാമരൂപങ്ങളെ സത്യമെന്ന് ധരിക്കാം. രണ്ടിടത്തും വസ്തുബോധമില്ലാത്ത അജ്ഞത നിമിത്തമാണ് പലതുണ്ടെന്ന് ധരിക്കാൻ ഇടയാകുന്നത്. നേരെ മറിച്ച് ഒരാൾ ആഭരണങ്ങളിൽ സർവത്ര അവയുടെ പരമകാരണമായ സ്വർണത്തെ കാണുന്നുവെന്നിരിക്കട്ടെ, അയാൾക്ക് പലതിലൊന്നേ കാണാനുള്ളൂ. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ അഖണ്ഡബോധത്തെ മനനധ്യാനത്തിൽ കൂടി കണ്ടറിഞ്ഞിട്ടുള്ളയാൾക്ക് പലതായി കാണുന്ന പ്രപഞ്ചനാമരൂപങ്ങളിൽ ബോധസ്വരൂപമായ ഒരൊറ്റ വസ്തുവിനെ മാത്രമേ കാണുവാനുണ്ടാകുകയുള്ളൂ. തുഞ്ചത്താചാര്യനെ പോലുള്ള ഋഷീശ്വരന്മാർ സർവദാ ഈ സത്യം സാക്ഷാത്കരിച്ച് അനുഭവിച്ചിട്ടുള്ളവരുമാണ്. അപ്പോൾ പരമകാരണമായ വസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് പ്രപഞ്ചാനുഭവത്തിൽ പലത് സത്യമാണെന്ന് ഭ്രമിക്കാൻ ഇടവരുന്നത്. ഈ അജ്ഞതയെ തന്നെയാണ് വേദാന്തശാസ്ത്രം അവിദ്യ എന്ന് വിളിക്കുന്നത്. അവിദ്യയുളവാക്കുന്ന പ്രപഞ്ചമെന്ന ഈ ദ്വൈത അനുഭവത്തെ ചൂണ്ടിക്കൊണ്ടാണ് ഇഹ രണ്ടെന്നു കണ്ടളവിൽ എന്ന ശ്ലോകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ഉണ്ടായൊരിണ്ടൽ മിണ്ടാവതല്ല ബത. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഇങ്ങനെ 5 എണ്ണമാണ് ജീവിത ക്ലേശങ്ങൾ. പതഞ്ജലി യോഗസൂത്രത്തിൽ ഈ 5 ക്ലേശങ്ങളെയും വിവരിച്ചിട്ടുണ്ട്. പ്രപഞ്ചമായി കാണപ്പെടുന്ന വസ്തു എന്താണെന്നും അതിൻ്റെ സ്വഭാവം എന്താണെന്നും ഉള്ള അറിവില്ലായ്മയാണ് അവിദ്യ. അവിദ്യയെ തുടർന്നുണ്ടാവുന്നവയാണ് മറ്റെല്ലാ ക്ലേശങ്ങളും. അവിദ്യ ഞാൻ എന്ന അഹങ്കാരത്തിന് ശക്തി കൂട്ടുന്നു. ഞാൻ എന്ന ഭാവമാണ് അസ്മിത. ഞാൻ എന്ന ഭാവത്തിന് ശക്തി കൂട്ടുന്നതോടെ എനിക്ക് ചിലതിനോടൊക്കെ ഇഷ്ടവും മറ്റു ചിലതിനോടൊക്കെ അനിഷ്ടവും വന്നു ചേരുന്നു. ചിലതിനോടുള്ള ഇഷ്ടമാണ് രാഗം, മറ്റു ചിലതിനോടുള്ള അനിഷ്ടമാണ് ദ്വേഷം. തുടർന്ന് ഇന്നുള്ള ദേഹം ഒരു വിധത്തിലും നഷ്ടപ്പെടരുത് എന്ന ചിന്തയുദിക്കുന്നു. ഈ മരണഭയമാണ് അഭിനിവേശം. ഈ ക്ലേശങ്ങളുടെ ഫലമായി ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നിങ്ങനെ 3 തരം ദുഃഖങ്ങൾ സദാ തുടർന്ന് അനുഭവിക്കേണ്ടി വരുന്നു. ജനനം, മരണം, ജര, വ്യാധി എന്നിവയും കാമം, ക്രോധം, ലോഭം, മദം, മാത്സര്യം എന്ന് തുടങ്ങിയവയുമാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ. ശരീരത്തെ ബാധിക്കുന്ന ദുഃഖങ്ങളാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ. ജനനം, മരണം തുടങ്ങിയവ മാംസമയമായ സ്ഥൂലദേഹത്തിന് വന്നുചേരുന്ന ദുഃഖങ്ങളാണ്. കാമം, ക്രോധം മുതലായവ അന്തഃക്കരണമെന്നറിയപ്പെടുന്ന സൂക്ഷ്മ ശരീരത്തിന് വന്നുചേരുന്ന ദുഃഖങ്ങളാണ്. ഉറക്കത്തിലെ കാരണശരീരം ഉളവാക്കുന്ന ആധ്യാത്മിക ദുഃഖമാണ് അജ്ഞത. ഭൂകമ്പം, കൊടുങ്കാറ്റ്, അഗ്നിബാധ, വെള്ളപ്പൊക്കം ഇവയൊക്കെയാണ് ആദിഭൗതിക ദുഃഖങ്ങൾ. പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ചു വന്നുചേരുന്ന ദുഃഖങ്ങളാണ് ആദിഭൗതിക ദുഃഖങ്ങൾ. വിധിവശാൽ യാദൃച്ഛികമായി വന്നുചേരുന്ന ദുഃഖങ്ങളാണ് ആദിദൈവിക ദുഃഖങ്ങൾ. അപ്രതീക്ഷിതമായി വന്നുചേരുന്ന അപകടങ്ങളെല്ലാം ഇതിൽപ്പെടുന്നു. മനുഷ്യർ പരസ്പരം ഉണ്ടാക്കിത്തീർക്കുന്ന യുദ്ധം, കൊള്ള, കൊല ഇവയുമൊക്കെ കർമ്മഗതി അനുസരിച്ച് വന്നുചേരുന്ന ആദിദൈവിക ദുഃഖങ്ങളാണ്. ഈ ദുഃഖങ്ങളെക്കുറിച്ചുള്ള നിരന്തര ഭയമാണ് എല്ലാറ്റിലും വലിയ ദുഃഖം.
ഈ ദുഃഖങ്ങളെക്കുറിച്ചുള്ള നിരന്തര ഭയമാണ് എല്ലാറ്റിലും വലിയ ദുഃഖം. സദാ ചലിച്ചു പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക ജീവിതം ഇങ്ങനെ നിരന്തരം ദുഃഖസങ്കുലവും ഭയാകുലവുമാണ്. സത്യമറിയാൻ യത്നിക്കാത്തവർക്ക് ഈ ദുഃഖങ്ങളും ഭയവും സദാ കൂടി വരികയും ചെയ്യും. വെറും അറിവില്ലായ്മ അഥവാ അവിദ്യ ഉണ്ടാക്കി തീർക്കുന്ന ഈ ക്ലേശ ദുഃഖ ഭയ കോലാഹലത്തെക്കുറിച്ച് ആശ്ചര്യമെന്നല്ലാതെ എന്തു പറയാൻ? ഇത്രയും വെളിപ്പെടുത്താനാണ് ഉണ്ടായൊരിണ്ടൽ മിണ്ടാവതല്ല ബത എന്ന് ആചാര്യർ പ്രസ്താവിച്ചിരിക്കുന്നത്. പണ്ടേ കണക്കെ വരുവാൻ. ക്ലേശങ്ങളായ ജീവിത ദുഃഖങ്ങളും ഭയവും ഒഴിവാക്കാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ: ദുഃഖത്തിൻ്റെ മൂലകാരണം ഒഴിവാക്കുക. ഉപരിതലത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയതുകൊണ്ട് മാത്രം ഒന്നുമായില്ല. ഉപരിതലത്തിലെ എല്ലാ പരിഷ്കാരങ്ങളും ദുഷ്ടുകിടക്കെ വ്രണം വരട്ടുന്നതിന് തുല്യമാണ്. വ്രണം വരട്ടുന്നതിനോടൊപ്പം ദുഷ്ടു മാറ്റാൻ കൂടി യത്നിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വരണ്ടെന്നു തോന്നിയ വ്രണം ഏതു നിമിഷവും പൊട്ടി പഴുപ്പൊലിപ്പിച്ചെന്നു വരും. ദുഃഖത്തിൻ്റെ മൂലകാരണം അവിദ്യയാണ്. ഒന്നിൽ പലതുണ്ടെന്ന് ഭ്രമിക്കുന്നതാണ് അവിദ്യ. ഇത് മാറണം. ഇതിന് കാര്യകാരണ ചിന്ത വഴി നിലനിൽപ്പിന് ആശ്രയമായ പരമകാരണ വസ്തുവിനെ കണ്ടുപിടിക്കണം. ആധുനിക ശാസ്ത്രം തന്നെ ഇന്ന് ഒരതിരുവരെ ഈ കൃത്യം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജഡം അഥവാ മാറ്റർ എന്നൊന്നില്ലെന്നും ശക്തിസ്പന്ദന രൂപത്തിലുള്ള പ്രാണപ്രവാഹം എനർജി മാത്രമേ ഉള്ളുവെന്നും ആധുനിക ശാസ്ത്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജഡനാമരൂപങ്ങളായി കാണപ്പെടുന്ന സകലതും പ്രാണപ്രവാഹത്തിൻ്റെ രൂപാന്തരങ്ങൾ മാത്രം. ഉപനിഷത്തുക്കൾ ഏകകണ്ഠമായി ഇക്കാര്യം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണ്. ജഡപ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുന്ന ശക്തിപ്രവാഹത്തിൻ്റെ ഉറവിടം ഏതെന്നു മാത്രമേ ഇനി ആധുനിക ശാസ്ത്രത്തിന് തന്നെയും തെളിയിക്കേണ്ടതായിട്ടുള്ളൂ. ഇക്കാര്യം മാത്രം പുറമേ അന്വേഷിച്ചാൽ ഒരിക്കലും കണ്ടുകിട്ടുകയില്ലെന്നാണ് വേദാന്തമതം. അതുകൊണ്ടാണ് ഭാരതീയ ചിന്തകന്മാർ അന്തർമുഖരായി അന്വേഷണം ഉള്ളിലേക്ക് തിരിച്ചുവിട്ടത്. തുടർന്ന് ശക്തിപ്രവാഹത്തിൻ്റെ ഉറവിടമായ അഖണ്ഡ നിശ്ചല ബോധത്തെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. സർവത്ര ഇടതിങ്ങി നിറഞ്ഞ് നിശ്ചലമായി നിൽക്കുന്ന ആ ബോധം ഉണ്ടാകുന്നതോ നശിക്കുന്നതോ അല്ലെന്നും സംശയാതീതമായി തെളിഞ്ഞു. ഇത് തെളിഞ്ഞതോടെ പ്രപഞ്ച രഹസ്യം മുഴുവൻ അവർക്ക് തുറന്നു കിട്ടി. സനാതനമായ അഖണ്ഡ ബോധസത്തയിൽ അതിൻ്റെ ശക്തി സ്പന്ദിച്ചുണ്ടാക്കി അഴിക്കുന്നതാണ് എല്ലാ പ്രപഞ്ച ഘടകങ്ങളും. പുതുതായി ഒന്നും ഉണ്ടാകുന്നില്ല, ഒന്നും നശിക്കുന്നുമില്ല. നിശ്ചല ബോധവസ്തുവിൽ ശക്തി ഒളിഞ്ഞു കിടക്കുന്നു. അത് പുറത്തുവന്ന് ശക്തിയിൽ പ്രപഞ്ചനാമരൂപങ്ങൾ ഒളിഞ്ഞു കിടന്നു. അവ പുറത്തു വന്നു. വസ്തുവിൽ ഉള്ളതാണ് ശക്തി. ശക്തിയിൽ ഉള്ളവയാണ് കാര്യരൂപങ്ങൾ. അവ ചിലപ്പോൾ തെളിയുന്നു, ചിലപ്പോൾ ഒളിയുന്നു. ഒന്നും പുതുതായി ഉണ്ടാകുന്നില്ല, അന്തിമമായി നശിക്കുന്നുമില്ല. വസ്തു ഒന്നേ ഉള്ളൂ, രണ്ടില്ല. ഇക്കാര്യം തെളിഞ്ഞ് അനുഭവഗോചരമായാൽ ഈ ജീവിതം ഒരു നാടകം പോലെ അഭിനയിച്ചു തീർക്കാനേയുള്ളൂ. ഇവിടെ ദുഃഖത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ദുഃഖിച്ചതുകൊണ്ട് വസ്തു സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നതല്ല. അപ്പോൾ അവനവൻ്റെ കർത്തവ്യങ്ങൾ ഭംഗിയായി അനുഷ്ഠിച്ചുകൊണ്ട് വസ്തുവിൻ്റെ അദ്വൈത സ്ഥിതി അനുഭവിച്ചറിയാൻ നിരന്തരം യത്നിക്കേണ്ടതാണ്. ഇടയ്ക്കു കയറി വന്ന അവിദ്യയാണല്ലോ പലതു കാട്ടി ഈ കുഴപ്പമെല്ലാം വരുത്തി വെച്ചത്. അവിദ്യ മാറി ആദ്യമേ തന്നെയുള്ള അദ്വൈത സ്ഥിതി ബോധിക്കലാണ് പണ്ടേ കണക്കെ വരിക. നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കൽ. ഗുരുകാരുണ്യവും ഈശ്വരകാരുണ്യവും കൊണ്ട് മാത്രമേ വസ്തുബോധം തെളിയൂ. കരുണാമയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരു ശിഷ്യൻ്റെ അപൂർണതകളും തെറ്റുകളും കണ്ടറിഞ്ഞ് അപ്പപ്പോൾ തിരുത്തി അവനെ സത്യത്തോട് അടുപ്പിക്കുന്നു. സാധനാനുഷ്ഠാനങ്ങളിലും അനുഭൂതി ദശകളിലും കൂടെ ഉണ്ടാകാവുന്ന സംശയങ്ങളെല്ലാം തീർത്ത് മുന്നോട്ടു നയിക്കുന്നു. ഇതാണ് ഗുരുകാരുണ്യം. ഗുരുകാരുണ്യം ലഭിച്ച് സാധനാനുഷ്ഠാനങ്ങൾ ശക്തിപ്പെട്ട് സംശയങ്ങൾ തീരുന്നതോടെ ഉള്ളിൽ ആത്മവസ്തു തെളിഞ്ഞ് ചിത്തപ്രസാദ രൂപത്തിലുള്ള സമാധി അനുഭവ വിഷയമായി തീരുന്നു. നിസ്സംഗത്വവും ഏകാഗ്രതയും വളരുന്നതോടെ
സവികൽപ്പ സമാധി ദശകൾ കടന്ന് നിർവികൽപ്പ ദശയിലെത്തുന്നു. തുടർന്ന് ഈശ്വര സാന്നിധ്യം സർവത്ര പ്രത്യക്ഷാനുഭവമായിത്തീരുന്നു. ഇതുതന്നെയാണ് ഈശ്വരകാരുണ്യം. ഗുരുകാരുണ്യവും ഈശ്വരകാരുണ്യവും ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയാണ് നിൻ കൃപാവലികൾ ഉണ്ടാകലെങ്കൈഹ, നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ എന്ന ഭാഗത്തിൽ. ഗുരുവന്ദനവും അദ്വൈത ബോധ അനുഭവത്തിനായി ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും കാരുണ്യം വേണമെന്നുള്ള പ്രാർത്ഥനയും കഴിഞ്ഞ് ലക്ഷ്യം നേടാനുള്ള ചില പ്രധാന സാധനാക്രമങ്ങളും അനുഭവ സ്വരൂപവും വിവരിക്കുകയാണ് ആചാര്യർ മൂന്നാം പദ്യത്തിൽ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. ആനന്ദചിന്മയ, ആനന്ദവും ബോധവും സ്വരൂപമായിട്ടുള്ള, ഹരേ സർവപാപങ്ങളും ഹരിക്കുന്ന, ഗോപികാരമണ ഗോപികമാരെ രമിപ്പിച്ച അല്ലയോ ഉണ്ണിക്കണ്ണ, ഞാനെന്ന ഭാവമത് ഞാൻ ഞാൻ എന്നിങ്ങനെയുള്ള അഹങ്കാരഭാവം ഇഹ ഈ ലോകത്തിൽ തോന്നായിക വേണം, തോന്നാൻ ഇടവരരുതേ. തോന്നുന്നതാകിൽ ഒരു പക്ഷേ ഞാൻ എന്ന ബോധം ഉണ്ടാവുകയാണെങ്കിൽ അഖിലം ഞാനിതെന്ന വഴി എല്ലാം ഞാൻ തന്നെയാണ് എന്ന മട്ടിൽ തോന്നേണമേ, തോന്നാൻ ഇടവരണേ. വരദ ഏതു വരവും തരാൻ കഴിവുള്ള ഭഗവാനെ, നാരായണായ നമഃ, നാരായണനായ അങ്ങേക്ക് നമസ്കാരം. ആനന്ദവും ബോധവും സ്വരൂപമായിട്ടുള്ളവനും ഏതു പാപവും ഹരിക്കുന്നവനും ഗോപികമാരെ രമിപ്പിച്ചവനുമായ അല്ലയോ ഉണ്ണിക്കണ്ണ, ഞാൻ ഞാൻ എന്ന അഹങ്കാരഭാവം ഈ ലോകത്തിൽ തോന്നാൻ ഇടയാകാതെ അനുഗ്രഹിക്കണമേ. ഇനി ഞാൻ എന്ന ഭാവം തോന്നുകയാണെങ്കിൽ എല്ലാം ഞാൻ തന്നെ എന്ന അനുഭവം വന്നുചേരാൻ ഇടയാക്കണേ. ഏതു വരവും തരാൻ കരുത്തുള്ള ഭഗവാൻ നാരായണനായ അങ്ങേക്ക് നമസ്കാരം. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ. പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ പരമാത്മാവിനെ സാക്ഷാത്കരിച്ച് ഇവിടെ പലതില്ല എന്ന് ബോധിക്കുകയാണ് ജീവിത ലക്ഷ്യം. ഇത് നേടാൻ എന്താണ് മാർഗം? മനസ്സ് ഉള്ളിലൊതുക്കി ഏകാഗ്രപ്പെട്ടാലേ ആത്മസാക്ഷാത്കാരം സാധ്യമാവൂ. ഇതിന് ആദ്യമായി ബ്രഹ്മനിഷ്ഠനായ ഗുരുവിൽ നിന്നും വസ്തുസ്വരൂപം ഗ്രഹിക്കണം. തുടർന്ന് ഒരു ഇഷ്ടദേവനെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് ആ ദേവനെ പരമസത്യത്തിൻ്റെ പ്രതീകമായി കൽപ്പിച്ച് ഉള്ളിൽ സദാ ധ്യാനിച്ചുറപ്പിക്കണം. രണ്ടു തരത്തിലാണ് ഇഷ്ടദേവതാ ധ്യാനം തുടരേണ്ടത്. ആദ്യമായി ദിവസം 1-2 പ്രാവശ്യം ഏകാന്ത സ്ഥലത്തു ചെന്നിരുന്ന് ലോകസങ്കല്പങ്ങളെല്ലാം പുറന്തള്ളിയിട്ട് ഇഷ്ടദേവനിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ യത്നിക്കണം. ഈ ധ്യാനം കൃത്യമായി തുടരണം. അതോടൊപ്പം ലോകകാര്യങ്ങളിൽ ഏർപ്പെടുന്ന മറ്റു സമയങ്ങളിലെല്ലാം തരം കിട്ടുമ്പോഴൊക്കെ ഇഷ്ടദേവതാരൂപം സ്മരിക്കാൻ യത്നിക്കണം. ഈ 2 ധ്യാനക്രമങ്ങളും പരസ്പര പോഷകങ്ങളാണ്. ലോകവ്യവഹാരവേളയിൽ ഭഗവത് സ്മരണ നിരന്തരമായി വരുംതോറും ഏകാന്ത ധ്യാനത്തിൽ മനസ്സിൻ്റെ ഏകാഗ്രത കൂടി വരും. തുടർന്ന് ഏകാന്ത ധ്യാനവേളയിൽ ഇഷ്ടദേവതാരൂപം ഉള്ളിൽ ചൈതന്യമുറ്റു പ്രകാശിക്കുന്നതായി അനുഭവപ്പെട്ടു തുടങ്ങും. അതോടൊപ്പം ലോകകാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈശ്വര സ്മരണ നിരന്തരമായി തീരുകയും ഭഗവാൻ സദാ തൻ്റെ കൂടെയുണ്ടെന്ന് തോന്നുകയും ചെയ്യും. ചിത്തം മലിനതകൾ മാറി ശുദ്ധീകരിക്കപ്പെടും. ഇതോടെ ഉള്ളിലും പുറത്തും ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബോധാനന്ദ സ്വരൂപമായ ആത്മസത്യം തെളിയാനും തുടങ്ങും. വസ്തുസ്വരൂപഗ്രഹണം, ഇഷ്ടദേവതാ സ്വീകാരം, നിരന്തര ധ്യാനം, ചിത്തശുദ്ധി,
വസ്തുവിൻ്റെ പ്രത്യക്ഷ അനുഭവം. ഇതാണ് ക്രമം. ആനന്ദചിന്മയ എന്ന പദം കൊണ്ട് വസ്തുസ്വരൂപ ഗ്രഹണത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഗോപികാരമണ എന്ന സംബോധന കൊണ്ട് ഇഷ്ടദേവതാ സ്വീകാരത്തെ സൂചിപ്പിക്കുന്നു. കാമമാലിന്യത്തോടുകൂടി തന്നെ ഭജിക്കാനെത്തിയ ഗോപികമാരെ പോലും ശുദ്ധാത്മാക്കളാക്കി സായുജ്യത്തിനർഹരാക്കി തീർത്ത ഭഗവാൻ ഭക്തരിൽ സദാ കരുണാനിധിയായി വർത്തിക്കുന്നവനാണെന്ന് സൂചന. വസ്തുബോധവും ഇഷ്ടദേവതാ ധ്യാനവും ഉറയ്ക്കുന്നതോടെ കളങ്കങ്ങളെല്ലാം അകന്ന് ചിത്തം ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് ഹരേ എന്ന സംബോധന കൊണ്ട് സൂചിതമാകുന്നത്. സച്ചിദാനന്ദമായ സത്യവസ്തു ആദ്യമേ തെളിഞ്ഞു കിട്ടുക ആർക്കും എളുപ്പമല്ല. ഏതെങ്കിലും ഒരു രൂപത്തെയോ നാമത്തെയോ ആശ്രയിക്കാതെ മനസ്സിന് ഏകാഗ്രപ്പെടാനും സാധ്യമല്ല. ഏകാഗ്രപ്പെടുന്ന ചിത്തം ശുദ്ധി നേടി സത്യാനുഭവ സമർത്ഥമായിത്തീരുന്നു. വാസിഷ്ഠത്തിൽ വസിഷ്ഠൻ രാമനെ ഇങ്ങനെ ഉപദേശിക്കുന്നു: സാകാരം ഭജ താവത്വം യാവത് സത്വം പ്രസീദതി നിരാകാരേ പരേ തത്വേ തതസ്ഥിതിരനുത്തമ. അല്ലയോ രാമ, ആദ്യം ഏതെങ്കിലും ഇഷ്ടദേവതയുടെ സാകാര രൂപം ധ്യാനിച്ചുറപ്പിക്കൂ. ചിത്തം ശുദ്ധമായി പ്രസന്നമാകുന്നതുവരെ ഇത് തുടരണം. തുടർന്ന് നിരാകാരമായ പരമതത്വത്തിൽ ഉറപ്പുറ്റ സ്ഥിതി വന്നുചേരും. ഈ ഉപാസനാക്രമമാണ് ആദ്യത്തെ 3 സംബോധനകളിൽ ആചാര്യൻ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ. സച്ചിദാനന്ദ സത്യത്തിൽ മായാശക്തി സ്പന്ദിച്ച് ജഡരൂപങ്ങളെ ഉളവാക്കുന്നതോടെ സൂക്ഷ്മ ജഡരൂപങ്ങളിൽ പ്രതിഫലിക്കുന്ന ബോധാംശമാണ് അഹങ്കാരം എന്ന് നാം കണ്ടുവല്ലോ. ഇതുതന്നെയാണ് ജീവൻ. പ്രാണനും മനസ്സുമാണ് മായയുടെ സൂക്ഷ്മ ജഡരൂപങ്ങൾ. പ്രാണൻ്റെയും ഓരോ സ്പന്ദനവും ഈ അഹങ്കാരബോധം ഉൾക്കൊള്ളുന്നുണ്ടെന്ന് അറിയേണ്ടതാണ്. ഈ തത്വം ഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ജീവൻ്റെ രഹസ്യം എന്തെന്നറിയാതെ ഇന്നും ഉഴലുന്നത്. പ്രാണമനസ്പന്ദനങ്ങളിൽ രൂപം കൊള്ളുന്ന അഹങ്കാരത്തിന് പിന്നെ 2 ഗതിയെ അവശേഷിക്കുന്നുള്ളൂ. ഒന്നുകിൽ പ്രാണമനസ്പന്ദനങ്ങളെന്ന ആശ്രയങ്ങളെ ഉപേക്ഷിച്ച് ബിംബരൂപമായ സത്യവുമായി ഐക്യം പ്രാപിക്കാം. ജലത്തിലെ സൂര്യപ്രതിബിംബം ജലം ഉപേക്ഷിച്ചാൽ സാക്ഷാൽ സൂര്യനുമായി ഐക്യം പ്രാപിക്കും പോലെ. ഈ ഐക്യപ്രാപ്തിയാണ് ജീവൻ്റെ മോക്ഷം. അതല്ലെങ്കിൽ പ്രാണമനസ്പന്ദനങ്ങൾക്ക് കട്ടി വർദ്ധിപ്പിച്ച് സ്ഥൂല ശരീരങ്ങളെ ഉണ്ടാക്കിയും അഴിച്ചും അവയിൽ മാറി മാറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കാം. ഇതാണ് ജനന മരണ രൂപമായ സംസാരത്തിലെ ചുറ്റിത്തിരിയൽ. പ്രാണമനസ്പന്ദനങ്ങൾക്ക് കട്ടി കൂടുന്തോറും ഞാൻ എന്ന അഹങ്കാരഭാവത്തിന് ശക്തി കൂടും. സ്ഥൂല ശരീരങ്ങളെ ഉണ്ടാക്കി അഴിക്കുമ്പോഴൊക്കെ ആ ശരീരങ്ങളിലും അതിൽ കൂടി ബന്ധപ്പെടുന്ന മറ്റു ജഡരൂപങ്ങളിലും എൻ്റേത് എന്ന മമതയും വന്നുചേരും. അഹങ്കാരവും മമതയും ജഡബന്ധത്തെയാണ് കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുന്നതെന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് അവ രണ്ടും ഓരോ ചുവടുവയ്പിലും ജീവനെ ബോധസ്വരൂപമായ അതിൻ്റെ സ്ഥാനത്തു നിന്നും അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. ബോധത്തിന് വന്നു ചേരുന്ന ജഡസമ്പർക്കമാണ് ബന്ധം. അതുപേക്ഷിച്ച് ബോധം സ്വരൂപസ്ഥിതി പ്രാപിക്കുന്നതാണ് മോക്ഷം. അഹങ്കാരവും മമതയും വർദ്ധിക്കുന്തോറും ജഡസമ്പർക്കം കൂടി ബന്ധം ദൃഢപ്പെടും. അഹങ്കാരവും മമതയും കുറയുന്തോറും ജഡസമ്പർക്കം കുറഞ്ഞ് ബോധം സ്വരൂപസ്ഥിതിയിലേക്ക് മടങ്ങും. ഈ ബന്ധമോക്ഷ രഹസ്യം അനുഭവിച്ചറിഞ്ഞ ആളായതുകൊണ്ടാണ് ആചാര്യൻ ഈ ലോകത്ത് ഞാനെന്ന ഭാവം തോന്നാനിടവരരുതേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ശ്രീ ശങ്കര ഭഗവത്പാദർ ഉപദേശ സാഹസ്രി എന്ന ഗ്രന്ഥത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നോക്കുക. അഹമിത്യാത്മധീര്യാച മമേത്യാത്മീയധീരപി അർത്ഥശൂന്യ യദാ യസ്യ സ ആത്മജ്ഞോ ഭവേത്തദാ. ഞാൻ എന്ന അഹംബുദ്ധിയും
എൻ്റേതെന്ന മമതാബുദ്ധിയും അർത്ഥശൂന്യമാണെന്ന് ആര് കാണുന്നുവോ അവൻ ആ നിമിഷം ആത്മാനുഭവമുള്ളവനായി ഭവിക്കുന്നു. തോന്നുന്നതാകിലഖിലം ഞാൻ ഇതെന്ന വഴി തോന്നേണമേ. അഹങ്കാര സ്വരൂപമായ ജീവന് രണ്ടു ഗതിയേ ഉള്ളൂ എന്ന് നാം കണ്ടുവല്ലോ. അഹംഭാവവും മമതയും കുറച്ച് ജഡസമ്പർക്കത്തിൽ നിന്നും ക്രമേണ പിന്മാറി പൂർണ്ണമായ സ്വരൂപസ്ഥിതി വീണ്ടെടുക്കലാണ് അവയിലൊന്ന്. ഇതിനുള്ള എളുപ്പവഴിയാണ് ഈശാവാസ്യ ഉപനിഷത്ത് തേന ത്യക്തേന ഭുഞ്ജീതാഹ എന്ന് നിർദ്ദേശിക്കുന്നത്. ഈ ജഗത്തിനെ ത്യജിച്ചിട്ട് ഭുജിക്കൂ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഒരേ ജഗതീശ്വരൻ ഈ ജഗത്തിൽ സർവത്ര അകവും പുറവും നിറഞ്ഞു വസിക്കുന്നു. അതുകൊണ്ട് ഒരൽപബോധം സ്വയം ഞാൻ വേറെയാണെന്ന് അഭിമാനിക്കുന്നതിനോ ഇവിടെ ചിലതൊക്കെ എൻ്റേതാണെന്ന് അഭിമാനിക്കുന്നതിനോ യാതൊരർത്ഥവുമില്ല. ഇപ്പോൾ ഞാൻ ഈശ്വരസ്വരൂപത്തിൽ നിന്നും വേറെ അല്ലെന്നും ഇവിടെ കാണപ്പെടുന്നതെല്ലാം ഈശ്വരൻ്റേതാണെന്നും ഭാവന ചെയ്യണം. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം അറിയുന്നത് തന്നെയാണ് ത്യാഗം. എൻ്റേതായി ഇവിടെ യാതൊന്നുമില്ല, എല്ലാം ഈശ്വരൻ്റേത്. ഈ ജഗത്ത് എങ്ങനെ ഇരിക്കണമെന്ന് അന്തിമമായി നിർണയിക്കേണ്ടയാളും ഭഗവാൻ തന്നെയാണ്. എല്ലാവരും ആ ജഗതീശ്വരൻ്റെ കയ്യിലെ വെറും ഉപകരണങ്ങൾ. ഒരാളിൽ ഈ ഭാവനകൾ ദൃഢപ്പെടുന്നതോടെ അഹന്തയും മമതയും കുറയാൻ തുടങ്ങുന്നു. ഭഗവാന്റെ കയ്യിലെ ഉപകരണമെന്ന നിലയിൽ സ്വകൃത്യങ്ങൾ വിട്ടുവീഴ്ച കൂടാതെ അനുഷ്ഠിക്കവേ തന്നെ രാഗദ്വേഷ മത മാത്സര്യാദി മലിനതകൾ ചിത്തത്തെ വിട്ടകലുന്നു. തുടർന്ന് ജഡസമ്പർക്കം ക്രമേണ മാറി അഹങ്കാരം ശീതളതയും പ്രസന്നതയും നിറഞ്ഞ ശുദ്ധബോധമായി വികസിക്കുന്നു. ബോധത്തിൻ്റെ വികാസം വർദ്ധിക്കുന്തോറും ഈ ജഗത്തിന് മുഴുവൻ ആശ്രയമായ ബോധം ഞാൻ തന്നെയാണെന്ന് സൂര്യതുല്യം സംശയമെന്നേ തെളിയും. പരമമായ ആനന്ദവും ശാന്തിയും സംജാതമാകും. ജനന മരണങ്ങളറ്റ സനാതന സത്യമാണ് താനെന്നും ഉറപ്പുവരും. ചുരുക്കത്തിൽ ആത്മസാക്ഷാത്കാരം ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കും. അതോടെ ഇക്കണ്ടതെല്ലാം താൻ തന്നെ എന്നനുഭവിക്കാറാകും. ഇതാണ് അല്പം ത്യജിച്ച് പൂർണ്ണം ഭരിക്കുന്ന പ്രക്രിയ. ഈ സാക്ഷാത്കാര രഹസ്യം തന്നെയാണ് അനുഭവവേദിയായ ആചാര്യൻ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭഗവാൻ ഗീത 13-ാം അധ്യായത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നോക്കുക. യഥാ ഭൂതപൃഥഗ്ഭാവമേകസ്ഥമനുപശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യത്തെ തദാ. ശ്രീമദ് ഭഗവത്ഗീത 13-ാം അധ്യായം 30-ാമത്തെ ശ്ലോകം. വിവിധ പ്രപഞ്ച ഘടകങ്ങളിൽ വേറെ വേറെയായി നിൽക്കുന്നത് പോലെ കാണപ്പെടുന്ന സത്യം ഒരാൾ തന്നിൽ കണ്ടെത്തുമെങ്കിൽ അവിടെ നിന്ന് അതപ്പോൾ തന്നെ ജഗദ്വ്യാപിയായി വളർന്ന് വികസിച്ചുകൊള്ളും. വരദ നാരായണായ നമഃ. ആത്മസാക്ഷാത്കാരത്തിനുള്ള ശ്രമം മനുഷ്യജീവിതത്തെ ഭൗതികവും ആധ്യാത്മികവുമായ തലത്തിൽ പൂർണ്ണ ധന്യതയിൽ കൊണ്ടെത്തിക്കുന്നുവെന്നാണ് വേദാന്തമതം. ആത്മാന്വേഷണമില്ലാത്ത ഭൗതികത സമ്പൂർണ്ണ നഷ്ടത്തിലും അശാന്തിയിലും കലാശിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ബോധത്തിൻ്റെ ശുദ്ധവികാസം മുന്നേറും തോറും ഭഗവാൻ കാരുണ്യം വർഷിച്ച് സകലതും നേടിത്തരുന്നു എന്ന തോന്നലാണുണ്ടാവുക. ഈ അനുഭവ രഹസ്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് വരദനായ നാരായണ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായ സത്യസാക്ഷാത്കാരത്തോടെ അഖിലം ഞാൻ തന്നെ എന്ന് അനുഭവിച്ചറിയാൻ കഴിയും. ഈ കണ്ടതെല്ലാം ഒന്നു തന്നെ എന്നനുഭവിക്കുമ്പോഴുള്ള വസ്തുസ്വരൂപമാണ് ആനന്ദഘനമായ ബോധം. അതുതന്നെയാണ് ബ്രഹ്മം. കാണപ്പെടുന്ന പ്രപഞ്ചനാമരൂപങ്ങളെല്ലാം ഈ ബോധവസ്തുവിൽ മാറി മാറി പ്രകാശിച്ച് മറയുന്ന കാഴ്ചകൾ മാത്രം. കാഴ്ചക്കാർ എവിടെയും ബോധം തന്നെയാണ്.
അവനവൻ്റെ പ്രപഞ്ചാനുഭവം വിശകലനം ചെയ്താൽ തന്നെ യുക്തിക്ക് ഇത് തെളിഞ്ഞു കിട്ടും. പ്രപഞ്ചം എത്ര വലുതാകട്ടെ, പക്ഷേ ഒരാൾക്ക് തന്നിലുള്ള ഞാൻ എന്ന ബോധകേന്ദ്രത്തെ ആശ്രയിക്കാതെ ഒരനുഭവവും സാധ്യമല്ലെന്ന് തീർച്ചയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അനുഭവരൂപമായ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം അനുഭോക്താവിൻ്റെ ഉള്ളിലുള്ള ഞാൻ മാത്രമാണെന്ന് തീർച്ച. ആ കേന്ദ്രത്തെ പഠിച്ചാൽ നിലനിൽപ്പിൻ്റെ മുഴുവൻ രഹസ്യം തെളിയും. ബ്രഹ്മശ്രീ ജി ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ 13ാം അനുസ്മരണ ദിനത്തിൽ സാർ എപ്പോഴും ഉദ്ധരിക്കാറുള്ള ഹരിനാമകീർത്തനത്തിലെ ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഈ ഓഡിയോ ബുക്ക് ഇവിടെ നിർത്തുന്നു. യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. നാരായണായ നമ 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 നാരായണായ നമഃ. ഓം ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു.